ഫ്ലേവേഴ്സ് കമ്പാരിറ്ററിൻ്റെ ഇന്നത്തെ വീഡിയോ വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. റെഡ് വെൽവെറ്റ് ബ്രൗണി വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. ബ്രൗണി എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ചോക്ലേറ്റ് കണ്ടൻറ്റുള്ള ഒരു സ്വീറ്റാണ്. കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കുറേയൊക്കെ ബ്രൗണിക്കും വേണ്ടത്. എന്നാൽ ഇത് കേക്കാണെന്ന് പറയാൻ പറ്റില്ല. ബാർ കുക്കീസിൻ്റെ കാറ്റഗറിയിലാണ് ബ്രൗണീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബാറ്റർ അല്ലെങ്കിൽ ഡോ ഒരു പാനിലൊഴിച്ച് ബേക്ക് ചെയ്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നതിനെയാണ് ബാർ കുക്കി എന്നൊക്കെ പറയുന്നത്. ഈ വീഡിയോയിൽ ക്ലാസിക് ബ്രൗണിയുടെ ഒരു വേരിയേഷനാണ് റെഡ് വെൽവെറ്റ് ബ്രൗണി, കൂടെ ക്രീം ചീസ് കൊണ്ടുള്ള ഫ്രോസ്റ്റിംഗ്. ഇത് ഫഡ്ജി ടെക്സ്ചറുള്ള ബ്രൗണിയാണ്. നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം കേക്ക് ടിന്ന് റെഡിയാക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്നാണിത്. അല്പം ബട്ടർ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കണം. സൈഡിൽ ഇത്തിരി കൂടുതൽ നീളത്തിൽ വെക്കുകയാണെങ്കിൽ ബ്രൗണി ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡീമോൾഡിങ് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്യണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു സോസ് പാനിൽ അല്പം വെള്ളം ചൂടാക്കുക. വെള്ളം ജസ്റ്റ് തിളച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി അതിന് മുകളിൽ ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ബൗൾ വെക്കുക. ബൗളിൻ്റെ അടിവശം വെള്ളത്തിൽ മുട്ടാതെ ശ്രദ്ധിക്കുക. 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണിത്. ഇതിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം. ചോക്ലേറ്റ് ബാർ ആണെങ്കിൽ അത് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. എളുപ്പത്തിൽ മെൽറ്റ് ആവാനാണിത്. ഇതല്ലാതെ ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റ് ബട്ടണൊക്കെ ഉപയോഗിക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് തണുക്കാൻ വെക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1.5 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം ചെറിയ തരിയുള്ള സാധാരണ വൈറ്റ് പഞ്ചസാര ചേർത്താലും മതി, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചും ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. ഓരോ മുട്ട ചേർത്ത് കഴിയുമ്പോഴും നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആണ് ചേർക്കുന്നത്. അടുത്തത് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഒന്ന് അരിച്ചു ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി റെഡ് ഫുഡ് കളർ ചേർക്കാം. ജെൽ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ലിക്വിഡ് ഫുഡ് കളർ ആണെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ട പോലെ ചേർത്ത് മിക്സ് ചെയ്യുക. അടുത്തത് 2 ടീസ്പൂൺ വിനീഗർ ആണ് ചേർക്കുന്നത്. ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബാറ്റർ ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അത് തണുക്കാൻ വെക്കുന്ന സമയത്ത് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ബ്രൗണി മുഴുവനും തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവുള്ളൂ. അടുത്തത്
ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസ്റ്റിംഗ് ഇല്ലാതെയും സെർവ് ചെയ്യാം. റെഡ് വെൽവെറ്റ് ഫ്ലേവറിലുള്ള കേക്കിന് ബ്രൗണിക്ക് പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണിത്. അതിനു വേണ്ടി 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് എടുക്കുക. 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട്. ഇത്രയും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആവുന്ന വരെ മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ലോയിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റർ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇനി ഈ ഫ്രോസ്റ്റിംഗ് ബ്രൗണിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇത് ഉടനെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രോസ്റ്റിംഗ് സെറ്റ് ആയതിനു ശേഷം മുറിച്ച് സെർവ് ചെയ്യാം. നല്ല റിച്ച് ചോക്ലേറ്റ് ഫ്ലേവറും ഫഡ്ജിയുമായിട്ടുള്ള ഒരു ബ്രൗണിയാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് കമ്പൈൽഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ നിങ്ങളുടെ പോസ്റ്റ് ടാഗ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഫ്ലേവേഴ്സ് കമ്പൈൽഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.